പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ നമ്മൾക്ക് ദ്വാരക്കാൻ വേണ്ടി 2 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേരും. മഹാനായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ പേരിൽ 2 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള ഉർവസ് മുബാറക്കിൻ്റെ 2ാം ദിവസമാണ് നാം ഒരുമിച്ച് കൂടിയത്. അള്ളാഹുവിൻ്റെ മഹത്തരമായ ഫദ്ല് കൊണ്ട് വളരെ ഉഷാറായ ഉറൂസുകളൊക്കെ നടന്നു വരികയാണ്. ഒരുപാട് വിശ്വാസികൾ പല നാടുകളിൽ നിന്നും മഹാനായ സയ്യിദ് ഇസ്മായിൽ തങ്ങളെ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് സിയാറത്തിനും ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെയുള്ള ഉദ്ദേശം ഒന്ന് മാത്രമാണ്, മഹാനായ സയ്യിദ് ഇസ്മായിൽ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ചാരത്ത് വന്ന് ഒന്ന് ദുആ ചെയ്താൽ, ഇവിടെ വന്നൊന്ന് സിയാറത്ത് ചെയ്താൽ നമ്മളുടെ ദുന്യവയും ഉഖറവയുമായ വിജയം ലഭ്യമാകുമെന്നുള്ളതാണ്. മഹാന്മാരും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഔലിയാക്കന്മാരെ സിയാറത്ത് എന്നുള്ളത് അവരുടെ ശഫാഅത്തിന് കാരണമാകും. അള്ളാഹു നിശ്ചയിക്കപ്പെട്ട മലായിക്കത്ത് സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അരികിൽ ഉണ്ടാവുകയും അവിടെ വന്ന് ദുആ ചെയ്താൽ അവർ എന്താണോ അവിടെ വന്ന് ചോദിക്കുന്നത് അത് അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമെന്നും ആ മലായിക്കത്ത് അത് എത്തിച്ചു കൊടുക്കുമെന്നും മഹാന്മാർ പഠിപ്പിച്ചു തന്നതാണ്. ഒരുപാട് തീരാത്ത പ്രശ്നങ്ങളൊക്കെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ അത് തീർന്നു കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങളൊക്കെ എപ്പോഴും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരത്തെ ആൾക്കാർ ഈ ഒരു മഹാനെ ലക്ഷ്യം വെച്ച് വരുന്നത് അവരുടെ നേർച്ചകളും അവരുടെ ഉദ്ദേശത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഖുർആനോത്തും നേർച്ചയും ദർസിലേക്കുള്ള അവരുടെ സംഭാവനകളുമൊക്കെ അവരുടെ ഉദ്ദേശങ്ങളും അവരുടെ ഹാജത്തുകളും പൂർത്തീകരിക്കാൻ അത് കാരണമായിട്ടുണ്ട്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം സിയാറത്തിന് ഇത്രയും പ്രോത്സാഹം നൽകുന്നത്, അതിനെ അനുവദനീയമാക്കിയതും ആ ഔലിയാക്കന്മാരോടുള്ള ഒരു ആദരവാണ്. അള്ളാഹു ആദരിച്ച ഔലിയാക്കന്മാരെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഔലിയാക്കന്മാരെ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹാരമാകുന്നത്. എത്ര ദൂരത്ത് നിന്നും ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്താൽ എത്ര പ്രയാസമുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം നേടിയെടുക്കാൻ ഔലിയാക്കന്മാരെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ആ പരിഹാരത്തിൻ്റെ ഒരു ഭാഗമാണ് ബുഖാറയിൽ നിന്ന് പരിശുദ്ധമായ ദീനി പ്രചരണത്തിന് വേണ്ടി കണ്ണൂർ സിറ്റിയിലെ വളപട്ടണത്തിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനി പ്രബോധനത്തിനെത്തിയ ബഹുമാനപ്പെട്ട മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദ് ഇസ്മായിൽ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ചെറുപ്പത്തിൽ തന്നെ വരികയും ഇവിടെ ദീനി പ്രചരണം നടത്തുകയും ചെയ്യുമായിരുന്നെന്ന് നമ്മൾക്കൊരുപാട് പഴയ ആൾക്കാരിൽ നിന്ന് ആ മഹാനവരുകളെ കണ്ടവരും കേട്ടവരും അവരിൽ നിന്ന് തലമുറകളിൽ നിന്ന് വന്ന വിഷയം ഞങ്ങളൊക്കെ അറിയുന്നവരാണ്. ചെറുപ്രായത്തിൽ തന്നെ ദഅവത്തിന് വേണ്ടി ഈ ഭാഗത്തേക്ക് വരികയും ഇന്ന് നമ്മൾക്ക് കാണാം പല ആൾക്കാരും ഉത്തര കർണാടക ഭാഗത്തിലേക്കൊക്കെ ദഅവത്തിന് വേണ്ടി പോയി അവിടെ പ്രചരണം നടത്തുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധമായ ദീനില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലുമൊക്കെ ദീനി പ്രബോധനത്തിന് പോയി ഒരുപാട് വലിയ വലിയ നമ്മളുടെ നാട്ടിലുള്ള തൊട്ടടുത്ത പ്രദേശത്തുള്ള പലരും അവിടെ പ്രബോധനം നടത്തുന്നു. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പരിപൂർണമായി മനസ്സിലാക്കിയവർ ആ ഒരു സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നുള്ള അതിയായി ആഗ്രഹിക്കുന്നവരും
പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയും കൂടിയാണ്. ഞാൻ എത്തിച്ചു തന്ന വിഷയങ്ങൾ നിങ്ങൾ അത് എത്തിച്ചു കൊടുക്കണം. ആ ഒരു കാരണം കൊണ്ടാണ് മഹാന്മാരായ സ്വഹാബികളുടെ മക്ബറകൾ മക്കയിലും മദീനയിലും 10,000-ന്റെ അകത്ത് മാത്രം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ 1,24,000-ലേറെ മലായിക്കത്തുകൾ, 24,000-ലേറെ സ്വഹാബികൾ അന്ന് നബിത്തങ്ങളുടെ കാലഘട്ടത്തുണ്ടായിരുന്നുവെങ്കിൽ അവരൊക്കെ ആ മദീനയും മക്കയും വിട്ട് നമ്മളുടെ മംഗലാപുരവും കേരളവും കർണാടകവും ഇങ്ങനെ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിലേക്ക് അവർ യാത്ര തിരിച്ചത് ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം കൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്ന വിഷയം നിങ്ങൾ ഇത് കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നൊരു ആ തങ്ങളുടെ വാക്കാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മഹാനായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ ഒന്നുമല്ലാത്തൊരു സ്ഥലം, ഈ മഞ്ഞനാടിയുടെ പരിസരം നമ്മൾക്ക് നോക്കിയാൽ ഇവിടുത്തെ അവസ്ഥകൾ ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കും. കാടുകളെ കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശത്ത് ഇവിടെ വന്ന് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുകയും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത ഫലമായി 300 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷവും മഹാനവരുകളുടെ ചാരത്ത് വെച്ച് ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്നു, 10,000-ങ്ങൾ ഒരുമിച്ച് കൂടുന്നു, അവിടുന്ന് ദുആ ചെയ്യുന്നു, അവരെ ബഹുമാനിക്കുന്നു. ഈ ആദരവാണ് അള്ളാഹു കൊടുത്തത് മഹാനവരുകൾക്ക്. എന്തിൻ്റെ പേരിൽ? വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇവിടേക്ക് പ്രചരിപ്പിച്ചു എന്ന കാരണം കൊണ്ട്. മാഷാ അല്ലാഹ്, 2 വർഷത്തിൽ നടക്കുന്ന ഈ ഒരു പരിപാടിയിലേക്ക് നാട്ടുകാരൊക്കെ സജ്ജരായി, വോളണ്ടിയർമാരും ഉമ്മമാരും കമ്മിറ്റിക്കാരും ഒക്കെ ഇതിനു വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങി കുറേ ദിവസങ്ങളായി. അതേപോലെ ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ അവരൊക്കെ നമ്മളെ നാട്ടിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് എത്രയോ കാലം മുമ്പ് വലിയ വലിയ പർവ്വത സമാനമായ പണ്ഡിതന്മാർ വന്ന് ഇവിടെ വാള് പറയുകയും പ്രഭാഷണം നടത്തുകയും ദീനി പറഞ്ഞു തരികയും ചെയ്തു. ഔലിയാക്കന്മാരെ കൊണ്ടുള്ള ഏറ്റവും വലിയ നന്മയാണ് ആ സദസ്. അവരുടെ കാരണം കൊണ്ട് ആയിരക്കണക്കാൾക്കാർ ഇവിടെ വന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവർക്ക് പഠിക്കാൻ സാധിക്കുന്നു. ആയിരക്കണക്കായ ആൾക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നു. ആയിരക്കണക്കാൾക്കാരായ മുതഅല്ലിമീങ്ങൾ പഠിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് അവരെത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് സേവനം ചെയ്യാൻ നാട്ടുകാർ ആ വലിയന് വേണ്ടി സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഉറൂസിന് വേണ്ടി എല്ലാ നിലക്കുമുള്ള ഒത്താശകൾ അവർ ചെയ്യുന്നു. അതിനിക്കവർ രാത്രി പകൽ അധ്വാനിക്കുന്നു. അതിനിക്കവർ ഇതാ ഇപ്പോൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും മഞ്ഞനാട് ജമാഅത്തിലുള്ള ഓരോ ഏരിയയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇന്ന് ചർച്ച നടക്കുന്നൊരു വിഷയമാണ്. നമ്മളെ സന്തൽ വളരെ ഉഷാറാകണം. ഓരോരുത്തരും അത് ചിന്തിക്കുകയാണ്. എൻ്റെ വക ഈ ഉറൂസിന് വരുന്നവർക്ക് 1 കിൻറ്റൽ അരി, എൻ്റെ വക ഒരു 50 കിലോ ഇറച്ചി, ഇവിടെ വരുന്നവർക്ക് വേണ്ടിയുള്ള സർബത്തിന് എൻ്റെ വക പഞ്ചസാര, എൻ്റെ വക അവർക്ക് വേണ്ടിയുള്ള നേരം പുളി, അതിനു വേണ്ടിയുള്ള ഓരോ അതിഥി സൽക്കാരത്തിന് വേണ്ടി ഓരോരുത്തരും തുണിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി എല്ലാ നിലക്കും അവരൊക്കെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നാമൊക്കെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്ദി കൂടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവർത്തനം. അതൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ കൊണ്ടുവരുന്ന സന്തകളും ഇനിയും കൂടെ കൂടെ അധികരിപ്പിക്കണം. ഞാൻ കഴിഞ്ഞ വർഷം 10 കിൻറ്റൽ അരി കൊണ്ടുവരുന്നവർ ഈ വർഷം ഒരു 30 കിൻറ്റൽ അരി നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെ ഈ പരിപാടി വളരെ വിജയിപ്പിച്ചെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നമ്മൾക്ക് ഇവിടെ വെച്ച് ദുആ ചെയ്തു തരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ അവരുകളായിരുന്നു. മഹാനവറുകൾ ആരോഗ്യത്തിനുള്ള പ്രശ്നം കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ മകൻ സയ്യിദ് ഷമീം തങ്ങൾ നമ്മളുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മൾക്ക് നേതൃത്വം കൊടുക്കാനും നമ്മൾക്ക് വേണ്ടി ഉപദേശം ചെയ്യാനും അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇവിടുന്ന് ദുആക്ക് നേതൃത്വം നൽകും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ്